നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ യുവാക്കളിൽ, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിലൊക്കെ വർദ്ധിച്ചു വരുന്ന വയലൻറ്റ് ബിഹേവിയറുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ധാരാളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമ സംഭവങ്ങൾ എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരുന്നതായിട്ടും വളരെ വയലൻ്റ് ആയിട്ടുള്ള പല ക്രൈമുകൾ വീണ്ടും വരുന്നതായിട്ടൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ കുറേ കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ എങ്ങനെ കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെർച്വൽ ഇൻട്രാക്ഷൻ ഈ അടുത്ത നാളുകളിൽ വളരെയധികം വർദ്ധിച്ചതായിട്ടാണ് എല്ലാ മേഖലകളിലും കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ മൊബൈലാണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകളാണെങ്കിലും എല്ലാം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഈ വെർച്വൽ ഇൻട്രാക്ഷൻ വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മറ്റ് ഫിസിക്കൽ ഇൻട്രാക്ഷൻസൊക്കെ വളരെ കുറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ പ്രത്യേകിച്ച് യങ്ങർ ബ്ലഡ് അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ അവർ വളരെ ആക്റ്റീവായിട്ടും എനർജറ്റിക്കായിട്ടും ഫിസിക്കലി തന്നെ ഹൈലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പീരീഡാണ് അവർ ഈ കോളേജ് ക്യാമ്പസുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, അവയെല്ലാം തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഇതുപോലെ ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പുറത്തേക്ക് വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യങ്ങർ ജനറേഷൻ്റെ ഫിസിക്കലായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള അവരുടെ അർജികളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള മേഖലകളിൽ എഫിഷ്യൻ്റായിട്ട് അതിൻ്റേതായ പ്ലേസുകളിൽ യൂസ് ചെയ്യുകയും ചാനലൈസ് ചെയ്യപ്പെടുകയും വേണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ വേണ്ടുന്ന സംവാദങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. മോണോട്ടോണസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ രണ്ട് ആശയങ്ങളെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള ഡിസ്കഷൻസോ ഡിബേറ്റുകളോ ഒന്നും തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ കാണുന്നില്ല. പകരം വെറും ഇമോഷണലായിട്ടുള്ള വികാരപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒരു തരത്തിൽ ഇൻ്റലക്ച്വലി വാലിഡ് അല്ലാത്തതും റാഷണൽ അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെയാണ് പല ക്യാമ്പസുകളിലും അവരുടെ പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റുകളൊക്കെ മൂവ് ചെയ്യുന്നത് തന്നെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പസിൽ പോയപ്പോൾ അവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. വലിയ സ്റ്റേജൊക്കെ കെട്ടി വലിയ രീതിയിലുള്ള ഈ സമരവും ക്യാമ്പയിനും ഒക്കെ നടക്കുകയാണ്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ ഒട്ടും സയൻറ്റിഫിക്കോ ഒട്ടും റാഷണലോ ഒരു തരത്തിലും സിസ്റ്റമാറ്റിക് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഇമോഷൻസിൻ്റെ ബേസിൽ, ഫീലിങ്സിൻ്റെ ബേസിലാണ് അവരെല്ലാം തന്നെ ആശയങ്ങളെ കാണുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മുടെ ജനറേഷനെ തെറ്റായി നയിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതൊരു പ്രോബ്ലമായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ആയതിനാൽ ഹെൽത്തി ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിബേറ്റുകളും ഡിസ്കഷൻസും നമ്മുടെ ക്യാമ്പസുകളിൽ വ്യാപകമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നതിനെ എതിർക്കുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, അവരെ കായികമായി നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അത് വലിയ രീതിയിലായിട്ടുള്ള വയലൻറ്റ് ബിഹേവിയറിലേക്ക് പോകുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ വേറൊരാളുമായിട്ടൊരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും, എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, താങ്കളുടെ ഒപ്പീനിയൻ അതാണ്, ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾ തമ്മിലുള്ള ആ ആശയ വൈരുദ്ധ്യങ്ങളുടെ ക്ലാരിറ്റി ഉണ്ടാക്കി ട്രൂത്ത് സീക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ആത്മാർത്ഥമായിട്ടും ഓണസ്റ്റായിട്ടും സംസാരിക്കാൻ ശ്രമിച്ചാലും മാത്രമേ നമ്മുടെ ക്യാമ്പസുകൾ കുറേ കൂടെ സിവിലൈസ്ഡ് ആയിട്ട്
അല്ലെങ്കിൽ കൾച്ചേർഡായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു അക്കാഡമിക് ജനറേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഡിബേറ്റുകൾക്കും ഡിസ്കഷൻസിനും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പം അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വളരെ ഓപ്പണായിട്ടുള്ള ഡിസ്കഷൻസും ഡിബേറ്റ്സും വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഇന്നും പല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറഞ്ഞ പോലെ, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനങ്ങളാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഡിബേറ്റും ഡിസ്കഷൻസും വളരെയേറെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം, ഇപ്പോൾ ഒരാളുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്ത് വഴിയും ഏത് മാർഗത്തിലൂടെയും ആർഗ്യുമെൻറ്റ് വിജയിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഡിസ്കഷൻസ് പോവുക. അല്ലാതെ ട്രൂത്ത് എന്താണ്, ശരി എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ശരി അല്ലെങ്കിൽ ട്രൂത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ 2 വ്യക്തികളുടെ ഇടയിലുള്ള വൈരാഗ്യ ബുദ്ധിയും അത്തരത്തിലുള്ള തർക്കങ്ങളും വർദ്ധിച്ചു വരികയും അതും വയലൻറ്റ് ബിഹേവിയറിലേക്ക് പോകും എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, മെയിൽ പോപ്പുലേഷൻസിനൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഗെയിമുകൾ, സ്പോർട്സ് ആക്ടിവിറ്റികൾ, അല്ലെങ്കിൽ അവർക്ക് ഇവോൾവ്ഡ് ആയിട്ട് എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന മറ്റ് ഫിസിക്കൽ പ്ലാറ്റ്ഫോമുകൾ ധാരാളമായിട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനും അതൊക്കെ വർക്കൗട്ട് ചെയ്യാനും വേണ്ടുന്നതിനുള്ളൊരു പ്ലാറ്റ്ഫോം ലഭിക്കും. അതുവഴി ഇത്തരത്തിലുള്ള വയലൻറ്റ് ബിഹേവിയർ പരമാവധി കുറയ്ക്കാനായിട്ട് കഴിയുമെന്നുള്ള വസ്തുതയും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ പ്രധാനമായും പോകുന്നത്, അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ്റെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അക്കാഡമിക്കായിട്ടുള്ള, സബ്ജക്റ്റീവായിട്ടുള്ള നോളജ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതാണ് മറ്റു തരത്തിലുള്ള നോൺ അക്കാഡമിക് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടെ കാണുകയും അല്ലാതെ ഒരു വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അവിടെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ട്രൈ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ കൂടെ സാക്രഡായിട്ട് നിലനിൽക്കുകയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ കൂടെ ഡെവലപ്ഡ് ആവുകയും അത് ഓവറാൾ നമ്മുടെ സൊസൈറ്റിയെ ലോങ് ടൈമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ആശയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പോയിന്റുകളാണെങ്കിലും ഐഡിയ ആണെങ്കിലും യങ്ങർ ജനറേഷനിൽ വേറൊരാളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് എഫക്റ്റീവായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യുകയുമാണ് വേണ്ടുന്നത്. അല്ലാതെ വയലൻറ്റ് ബിഹേവിയറിലേക്ക് പോവുക ഒരിക്കലും ആവരുത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജനറേഷൻ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, ഹെൽത്തി ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.